ഹിന്ദുവിന് ഹിന്ദുവിൻ്റെ സംസ്കാരം നഷ്ടപ്പെട്ടു എന്നാണ്. അങ്ങനെ അവൻ്റെ സംസ്കാരത്തെയും അവൻ്റെ ഹിന്ദുത്വത്തെയും ക്ഷമയെയും അവൻ്റെ വിശ്വമാനവികതയും നഷ്ടപ്പെടുത്താൻ തക്ക രീതിയിലുള്ള പ്രവർത്തനം ഇവിടുത്തെ പാർട്ടിയുടെ ഭാഗത്തുനിന്നുണ്ടാവരുത്. ഇതാണ് നമ്മൾ പറയുന്നത്. ഇവിടുത്തെ ന്യൂനപക്ഷത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവരുത്. ഹിന്ദുവായി ജീവിച്ചാൽ ഈ രാഷ്ട്രത്തിന് നല്ലത്, ഈ ലോകത്തിനും നല്ലത്. അത് വളർത്തിയെടുക്കുന്നതിനാണ് നമ്മളെല്ലാ ഹിന്ദു മേളകളും ഹിന്ദു സംഗമങ്ങളും അനന്തപുരി സംഗമവും എല്ലാം നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ട് എല്ലാവരും വരിക, വീടുകളിൽ കിടന്നുറങ്ങാതെ അലസരായിരിക്കാതെ. തിരുവനന്തപുരത്ത് നാളെ തൊട്ട് തുടങ്ങാൻ പോകുന്ന 3-ാം തീയതി വരെയാണ് നടക്കാൻ പോകുന്ന, അത് പ്രിയദർശിനി ഹാളിലാണ് ഇത്തവണ നടത്തുന്നത്. അവിടെ നടക്കാൻ പോകുന്ന ആ സമ്മേളനങ്ങളിൽ കൃത്യമായിട്ടും വരിക. നിങ്ങളുടെ സാന്നിധ്യം വളരെ പ്രധാനമാണ്. വരുമ്പോൾ നിങ്ങളുടെ മക്കളെയും കൂടെ കൊണ്ടുവരണം. ആ മക്കളോടാണ് ഞങ്ങൾക്ക് പലതും പറയാനുള്ളത്. മക്കൾ നാളെ ഇവിടെ സ്വസ്ഥരായി ജീവിക്കും എന്നാണ് നിങ്ങളൊക്കെ വിചാരിക്കുന്നതെങ്കിൽ അത് തെറ്റി. ഈ മക്കൾക്ക് വേണ്ടി നിങ്ങൾ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന വീട്ടിൽ നാളെ ഈ മക്കൾ ജീവിക്കും എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി നിങ്ങൾ സൃഷ്ടിച്ച സമ്പാദ്യം മുഴുവൻ നിങ്ങളുടെ മക്കൾ നാളെ അനുഭവിക്കുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? അങ്ങനെ വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് നടപ്പാകണമെങ്കിൽ ഇവിടെ ഹിന്ദു ഭൂരിപക്ഷം ഉണ്ടാവണം. എന്നാലേ ഇത് നടക്കൂ. ഇല്ലാത്തിടത്തോളം 2047 ആകുമ്പോൾ മറ്റുള്ളവർ പറയുന്നത് സംഭവിച്ചാൽ നിങ്ങളുടെ പ്രയത്നമൊക്കെ വിഫലമാണ്. സംഭവിക്കാതിരിക്കട്ടെ. ആർക്കുമെതിരെ ഒരു അനീതിയും പ്രവർത്തിക്കാതെ ഇവിടുത്തെ ഹിന്ദുവിന് അങ്ങനെയുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുക്കാനുള്ള ഒരു പ്രവർത്തന രീതിയിലേക്ക് നിങ്ങൾ മാറണം. അതുമാത്രമേ എനിക്ക് എല്ലാവരോടും പറയാനുള്ളൂ.